ഇത് തമിഴ്നാട്ടിലെ തിരുവാരൂരുള്ള തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. തഞ്ചാവൂരിൽ നിന്നും ഏകദേശം ഒരു 10-60 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ തിരുവാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുക. അവിടെ ചെന്ന് യൂണിവേഴ്സിറ്റിയുടെ 560ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന കോമ്പൗണ്ടിന് ഉള്ളിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. അവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ആര്യവേപ്പിന്റെ അടിയിൽ നിറയെ കുരുകൾ വീണ് കിടക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ സമ്മതമില്ലാതെ തന്നെ ഉള്ളം കൈയിൽ കുറച്ച് പറക്കി കൂട്ടി. വീട്ടിലെത്തിയാൽ മുളപ്പിച്ചു നോക്കാം എന്നായിരുന്നു ലക്ഷ്യം. കോളേജ് വിദ്യാർത്ഥികളുടെ പുച്ഛത്തോടെയുള്ള നോട്ടമൊന്നും എന്നെ അലട്ടിയില്ലട്ടാ. വീട്ടിലെത്തിയിട്ട് ഇത് വീണ്ടും ഉണക്കാതെ പാവണോ ഉണക്കിയിട്ട് പാവണോ എന്നൊന്നും അറിയില്ല. എന്തായാലും 2 ദിവസം വെയിലത്തിട്ട് ഉണക്കി. പിന്നീട് ഒരു ട്രേ എടുത്ത് അതിൽ മണ്ണും ചകിരിച്ചോറും കൂടി നന്നായി മിക്സ് ചെയ്ത് അതിൽ പാവാനുള്ള ശ്രമങ്ങൾ നടത്തി. പാവിയതിന് ശേഷം വെള്ളം നനച്ചു കൊടുത്ത് 1 മാസത്തോളം വെയിറ്റ് ചെയ്തു എന്നല്ലാതെ ഒരെണ്ണം പോലും മുളച്ചില്ലട്ടാ. ഇതിൻ്റെ വശങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ വീണ്ടും ഒരു 15 ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി. എന്നിട്ടും ഒരെണ്ണം പോലും മുളച്ചില്ല. മറ്റൊരു സംസ്ഥാനത്തിൻ്റെ സമ്മതമില്ലാതെ എടുത്തുകൊണ്ടാണോ മുളക്കാതെ പോയത്? എന്തായാലും ഈ സീഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരും ഇത് എങ്ങനെ മുളപ്പിക്കുക എന്ന് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും കമൻസിലേക്കൊന്ന് വരണേ. നിങ്ങൾ തരുന്ന ഈ അറിവ് എൻ്റെ പോലെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെട്ടെങ്കിലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.